Hello, my dear students. Welcome back to Industrial Relations. നാലാമത്തെ സെഷനാണ്. ഇതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ സ്കോപ്പ്, ഫങ്ഷൻ, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ അപ്രോച്ചസ് എപ്പോഴും എക്സാം ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ഓർഗനൈസേഷനിൽ നമുക്കറിയാം ചില ഓർഗനൈസേഷനിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ചില ഓർഗനൈസേഷനിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഇൻഡസ്ട്രിയൽ റിലേഷന് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടാവുക, IR ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഉള്ള സ്റ്റാഫുകൾക്ക് അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഏത് രീതിയിലാണ് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അവർ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സാധാരണ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെഡ് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡയറക്ടർ ആയിരിക്കും. അതിൻ്റെ കീഴിൽ ഒരുപാട് അസിസ്റ്റൻസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഓഫീസേഴ്സ് എന്നുള്ള രീതിയിൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അവരാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരുമിച്ച് നിന്നിട്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡയറക്ടർ ഡയറക്റ്റ്ലി നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചെയർമാൻ, ബോർഡ് ഓഫ് ഡയറക്ഷനിലുള്ള പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചെയർമാനായിട്ടാണ് ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിലകൊള്ളുന്നത്. അപ്പോൾ അവരുടെ ഫങ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ്, പ്രോഗ്രാംസ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓവറോൾ ഓർഗനൈസേഷനിൽ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, വേറെ പുറമേ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല ഗ്രൂപ്പ്സുകളുണ്ടാവും, അവരായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫിൽ വളരെ മുഖ്യമായിട്ടുള്ള വളരെ കീ പേഴ്സൺസ്, കീ അതോറിറ്റീസ് ഉണ്ടെങ്കിൽ അവരായിട്ടും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരുടെ ഒരു ഫങ്ഷനാണ്. അവരായിട്ട് നല്ല റിലേഷൻസ് ഉണ്ടാക്കുക. പിന്നെ നമ്മളുടെ ഈ പറയുന്ന റൂൾസ്, റെഗുലേഷൻസ്, ലോസ് ആൻഡ് ഓർഡേഴ്സ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഇവരാണ് ചെയ്യുന്നത്. പിന്നെ ഓരോ പൊസിഷൻസ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഓരോ പൊസിഷൻസ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്, പിന്നെ നമ്മളുടെ ജോബ് അനാലിസിസ്, സാലറി, വേജ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ വേജിനെ കുറിച്ചുള്ള സർവേ, പേ ഷെഡ്യൂൾസ് ഇതെല്ലാം ഫോം ചെയ്യുന്നതും ഇവരാണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ റിക്രൂട്ട്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് ഓഫ് വർക്കേഴ്സും മറ്റുള്ള സ്റ്റാഫ്സും ചെയ്യുന്നത് ഇവർ തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് ടൈമിൽ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റിങ്, ഇൻ്റലിജൻറ്റ് ടെസ്റ്റിങ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. അത് കണ്ടക്ട് ചെയ്യുന്നതും IR ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ പ്ലേസ്മെൻറ്റുകൾ, ഇൻഡക്ഷൻ, ട്രെയിനിങ്, അസൈൻമെൻറ്റ് കൊടുക്കൽ, അങ്ങനെ പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരാണ് കൈകാര്യം ചെയ്യുക. പിന്നെ ഈ പറയുന്ന അപ്രൻറ്റീസിൻ്റെ ട്രെയിനിങ്, അതുപോലെ പ്രൊഡക്ഷൻ വർക്കേഴ്സിൻ്റെ, ഫോർമാൻ, എക്സിക്യൂട്ടീവ്സിൻ്റെ ട്രെയിനിങ് എല്ലാം ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എംപ്ലോയീസിന് കൗൺസിലിംഗ് ആവശ്യം വന്നാൽ അവരുടെ പേഴ്സണൽ പ്രോബ്ലം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, വൊക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത്, ബിഹേവിയർ പ്രോബ്ലംസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇവർ തന്നെയാണ്. മെഡിക്കൽ ഹെൽത്ത് സർവീസസും IR ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ നമ്മളുടെ സേഫ്റ്റി സർവീസസ്, ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എല്ലാം ഇവർ തന്നെയാണ് എല്ലാ എംപ്ലോയീസിന് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇപ്പം ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ്, ഹൗസിംഗ് ഇൻഷുറൻസ്, പിന്നെ കഫ്റ്റീരിയ പ്രോഗ്രാംസ്, നമ്മുടെ ഓർഗനൈസേഷനുള്ളിൽ റിഫ്രഷ്മെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്, പിന്നെ സോഷ്യൽ ക്ലബ്സ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. പിന്നെ ഈ പറയുന്ന മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ കമ്മിറ്റീസിന് ലേബേഴ്സിൻ്റെ സജഷൻസ്, അതായത് സജഷൻ പ്ലാൻസ് ലേബേഴ്സിനും മാനേജ്മെൻറ്റിനും പ്രൊഡക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഇവരാണ് ഫോം ചെയ്യുന്നത്. പിന്നെ എംപ്ലോയർ റിലേഷൻസ്, പ്രത്യേകിച്ചും കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് റെപ്രസെൻറ്റേറ്റീവ്സും, ആരെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് റെപ്രസെൻറ്റേറ്റീവ് ആക്കേണ്ടത്, ഗ്രീവൻസസ് എങ്ങനെ സെറ്റിൽ ചെയ്യാം, അതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. പബ്ലിക് റിലേഷൻസ്, നമ്മുടെ ഓർഗനൈസേഷനും മറ്റുള്ള സൊസൈറ്റിയുമായിട്ടുള്ള റിലേഷൻ, പബ്ലിക് റിലേഷൻ കൈകാര്യം ചെയ്യുന്നതും IR ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഈ പറയുന്ന ട്രെൻഡുകൾ മനസ്സിലാക്കാനായിട്ട് എംപ്ലോയി ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ ലേബർ ടേൺ ഓവറിൻ്റെ അനാലിസിസ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചുകൾ ഈ IR ഡിപ്പാർട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എംപ്ലോയീസിൻ്റെ എല്ലാ റെക്കോർഡ്സും, ഓൾ പർപ്പസ് റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നതും IR ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ
ഓപ്പറേഷൻ സർവേസ്, പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസർച്ച് അനാലിസിസ് ഇതെല്ലാം ചെയ്യുന്നതും ഈ IR ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് IR ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഇനി നമ്മുടെ IR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഒരു ഫങ്ഷനാണ് ഈ പറയുന്ന പെൻഷൻ പ്രോഗ്രാംസ്, റിട്ടയർമെൻറ്റ്, പിന്നെ ഈ പറയുന്ന ബെനിഫിറ്റ്സ്, ലേബർ ബെനിഫിറ്റ്സ് ഒക്കെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻ പ്രോഗ്രാമിന് വേണ്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് എല്ലായ്പ്പോഴും ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ നല്ല രീതിയിലുള്ള പേഴ്സണൽ പോളിസീസ് അവർ ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വളരെ അഡിക്വേറ്റ് ആയിട്ട് നല്ല പ്രൊഫഷണൽസാണ് അതിലുണ്ടാവേണ്ടത്. അവർ നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ പ്രാക്ടീസാണ് കാഴ്ചവെക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന സൂപ്പർവൈസറി ട്രെയിനിങ് നല്ലതായിരിക്കണം. പിന്നെ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ റിസൾട്ട്സ് ഫോളോ അപ്പ് ചെയ്യണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ പ്രോഗ്രാംസ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ അപ്രോച്ചസ് ആണ് നോക്കേണ്ടത്. ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ എംപ്ലോയീസ് എന്നുള്ള ഒരു അവർ തമ്മിലുള്ള റിലേഷൻ ഈ 90കളിൽ ഉള്ള പോലെയല്ല. കാരണം ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മിക്ക ഇൻഡസ്ട്രീസ് ഇപ്പോൾ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ളതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഓർഗനൈസേഷനിൽ ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല ഡിഫറെൻറ്റ് സ്കോളേഴ്സും എക്സ്പേർട്സും ഈ രീതിയിൽ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ സാഹചര്യങ്ങൾ കണക്കാക്കിക്കൊണ്ട് പല അപ്രോച്ചസാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 8 അപ്രോച്ചസാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു പിക്ടോറിക്കൽ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലെ 8 അപ്രോച്ചസാണ് കാണുന്നത്. അല്ല 1-2 അപ്രോച്ചസ് ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും ഈ അപ്രോച്ചസാണ് കുറച്ചുകൂടി ജനറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യം വരുന്നത് സിസ്റ്റംസ് അപ്രോച്ചാണ്. സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡൺലപ്പ് കമ്പനിയിൽ ജോൺ ഡൺലപ്പ് എന്നുള്ള അദ്ദേഹമാണ് ഇത് 1958 ഈ ഒരു സിസ്റ്റംസ് അപ്രോച്ച് ഫോം ചെയ്തതാണ്. അപ്പോൾ നമ്മളുടെ ഈ സിസ്റ്റം അപ്രോച്ച് അനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമാണ്. ആ സോഷ്യൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതുപോലെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവർ ആ സോഷ്യൽ സിസ്റ്റമായിട്ടുള്ള ഓർഗനൈസേഷൻ കൾച്ചറിൽ അവരെല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്നു. അവരുടെ ബിഹേവിയർ റോളെല്ലാം എല്ലാത്തിലും അവരാണ് റെസ്പോൺസിബിൾ. അപ്പോൾ ഈ ഒരു സിസ്റ്റംസ് അപ്രോച്ച് അനുസരിച്ച് ഒരു ഇൻഡസ്ട്രിയൽ റിലേഷനിൽ 3 സെറ്റ് ഓഫ് വേരിയബിൾസ് ആണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മുടെ ഡൺലപ്പ് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഡൺലപ്പ് പറയുന്ന 3 സെറ്റ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് ആക്ടേഴ്സ്, കണ്ടെക്സ്റ്റ്, പിന്നെ ഐഡിയോളജി. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന നല്ല സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സും അതിൻ്റെ ഓഫീസേഴ്സുമാണ് ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരെ എ എന്ന വേരിയബിൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ കണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആക്ടേഴ്സ് ഏത് സെറ്റപ്പിലാണോ അവർ ഉദ്ദേശിക്കുന്ന ടാസ്ക് പെർഫോം ചെയ്യുന്നത് അതിനെയാണ് കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ പെർഫോം ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ്, ആ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്ന ടെക്നോളജി, ആ ഇൻഡസ്ട്രിയിൽ ലേബർ യൂണിയൻസിനും അതുപോലെ കൊടുത്തിട്ടുള്ള പവർ, ഈ 3 സെറ്റപ്പിലാണ് അവർ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്, ടെക്നോളജി ആൻഡ് പവർ, ഇതിനെ 3 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ലെറ്റേഴ്സായിട്ട് MTP എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ടേഴ്സ് ഇൻഡസ്ട്രിയൽ റിലേഷനായിട്ട് അനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഐഡിയാസ്, അവരുടെ മെൻറ്റാലിറ്റീസ്, അവരുടെ ബിലീവ്സ് ഇതെന്ത് ചെയ്തു എംപ്ലോയീസായിട്ട് ഷെയർ ചെയ്യാൻ, അവരുടെ ഐഡിയാസ്, മെൻറ്റാലിറ്റീസ് ആൻഡ് ബിലീവ്സായിട്ട് ബ്ലെൻഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഐഡിയോളജി എന്ന് പറയുന്നത്, ഓക്കെ. സോ ഇങ്ങനെയുള്ള ഈ വേരിയബിൾ സെറ്റ്സ്, അല്ലേ,
ആക്ടേഴ്സ് എന്നുള്ള ഒരു സെറ്റിലാണ് വേരിയബിൾ എ ഉള്ളത്. കണ്ടെക്സ്റ്റിൽ 3 വേരിയബിൾസാണ്: ഇൻഡസ്ട്രി, മാർക്കറ്റ്, ടെക്നോളജീസ് ആൻഡ് പവർ. ഐഡിയോളജിയിൽ ഐ. അപ്പം അതനുസരിച്ച് ഡൺലപ്പ് ഒരു ഫോമുല ഫോം ചെയ്തിട്ടുണ്ട്. സിസ്റ്റം അപ്രോച്ചിൻ്റെ ജോൺ ഡൺലപ്പിൻ്റെ ഫോമുല, ദാറ്റ് ഈസ് റിലേഷൻ ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് ആക്ടേഴ്സ്, ടെക്നോളജി, ഇൻഡസ്ട്രി, മാർക്കറ്റ്, പവർ ആൻഡ് ഐഡിയോളജി. അപ്പോൾ ഈ ഒരു ഫോമുലയിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജോയിൻറ്റ് ഫംഗ്ഷൻ, ഈ എലമെൻസിൻ്റെ ഈ വേരിയബിൾസിൻ്റെ എല്ലാം ഒരു ജോയിൻറ്റ് ഫംഗ്ഷനായിട്ടാണ് കാണുന്നത്. ഇനി രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് യൂണിറ്ററി അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ അപ്രോച്ചിലൂടെ നമുക്ക് ഒരു ഓർഗനൈസേഷനെ നോക്കി കാണാം. ഓരോ അപ്രോച്ച്, അതായത് ഒരു ഓർഗനൈസേഷനിലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ ഈ പറയുന്ന സിസ്റ്റം അപ്രോച്ച് അനുസരിച്ചാണോ യൂണിറ്ററി അപ്രോച്ച് അനുസരിച്ചാണോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. അതിനാണ് ഈ അപ്രോച്ച്. ദെൻ യൂണിറ്ററി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇത് ആ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. യുണൈറ്റ് ചെയ്യുക, ഒരു ടീം വർക്കായിട്ട് ഫോം ചെയ്യുക. ഈ എംപ്ലോയീസും മാനേജ്മെൻറ്റും ഒരു ടീമായിട്ട് ഫോം ചെയ്യുക. നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ എംപ്ലോയി തമ്മിലുള്ള റിലേഷൻ ആണല്ലോ. സോ അവർ തമ്മിലൊരു ടീമായിട്ട് ഫോം ചെയ്യുക. അവർക്കൊരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. അതുപോലെ തന്നെ മ്യൂച്വലായിട്ടുള്ള എഫേർട്ട് കൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇൻഡസ്ട്രിയിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു നോൺ പെർമനൻറ്റ് മാൽ ഫോർമേഷൻ ഉണ്ടാവുന്നത് അവിടെ ഇംപ്രോപ്പർ മാനേജ്മെൻറ്റ് കൊണ്ടാണ് എന്നാണ് ഈ ഒരു യൂണിറ്ററി അപ്രോച്ച് പറയുന്നത്. അപ്പോൾ നമ്മളുടെ യൂണിറ്ററി അപ്രോച്ച് അനുസരിച്ച് നമ്മുടെ എല്ലാ ആൾക്കാരും, എംപ്ലോയീസും ഒരുമിച്ച് ഈ പറയുന്ന നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓർഗനൈസേഷൻ്റെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക. അത് നല്ല പ്രോപ്പറായിട്ടുള്ള പീസ് ആൻഡ് കോപ്പറേഷനിലൂടെ അച്ചീവ് ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. ഇത് ഇങ്ങനെ അച്ചീവ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ്. ഓക്കെ, അതുമാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് അത് സ്ട്രൈക്ക് ആയാലൊക്കെ നമുക്ക് ഒരു തരത്തിലും ആവശ്യമില്ലാത്തതാണ്. അപ്പം നമ്മുടെ യൂണിറ്ററി അപ്രോച്ചിൻ്റെ മറ്റുള്ള എയിംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പ്രൊഡക്ടിവിറ്റി, നല്ല ഇഫക്റ്റീവ് ഹാർമോണിയസ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക, അതുപോലെ നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, ഓപ്പൺ ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വർക്ക് കൾച്ചർ ഫോം ചെയ്യുക, അതുപോലെ എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദമായിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ്, എല്ലാവർക്കും നല്ല രീതിയിൽ ആവുന്ന രീതിയിൽ നല്ല സൗഹാർദ്ദമായിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ മറ്റുള്ള ആൾക്കാരുടെ ഇടപെടൽ, പ്രത്യേകിച്ചും ഈ പറയുന്ന ലീഗൽ അതോറിറ്റീസ്, ട്രൈബ്യൂണൽസ്, ഗവൺമെൻറ് അസോസിയേഷൻസ്, ട്രേഡ് യൂണിയൻസ്, അതുപോലെ ഡയറക്റ്റ് നെഗോസിയേഷൻസിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് ഇവരെല്ലാം നമ്മൾ കഴിവതും അവരുടെ റോള് കുറയ്ക്കുക. കാരണം നല്ല രീതിയിൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ ആരുടെയും ആവശ്യമില്ല. അപ്പോൾ അതാണ് യൂണിറ്ററി അപ്രോച്ചിൻ്റെ പ്രത്യേകത.